മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. കെ പി സി സിക്ക് നാഥനില്ലേ? കെ പി സി സിക്ക് ഒരു മുഴുവൻ സമയ അധ്യക്ഷൻ വേണം എന്നത് കോൺഗ്രസിനുള്ളിലെ ആവശ്യമാണ്. അത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന്റെ ആവശ്യവും കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ആവശ്യവുമാണ്. അങ്ങനെ ഒരു മുഴുവൻ സമയ കെ പി സി സി അധ്യക്ഷൻ വേണം എന്ന് പറയാൻ കഴിയുന്ന, നേതാക്കൾക്കൊക്കെ പറയാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടിയാണ് കോൺഗ്രസ്. അവർ തന്നെ പലപ്പോഴും കാര്യമായും തമാശയുമായും പറയുന്ന അവരുടെ ഒരു ഈ പറയുന്ന ആഭ്യന്തര ജനാധിപത്യത്തിന്റെ കാര്യമുണ്ടല്ലോ, ആവശ്യമുള്ളപ്പോഴും പറയും, ആവശ്യമില്ലാത്തപ്പോഴും പറയും. പക്ഷേ അങ്ങനെയുള്ള വിമർശനങ്ങൾക്കൊക്കെ ഇടമുള്ള പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. സംഘടനാ സംവിധാനം നിശ്ചലമാണ് എന്ന വിമർശനം മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഉറക്കെ പറയാൻ തയ്യാറാകുന്നത് ഇനിയെങ്കിലും തീരുമാനമെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അദ്ദേഹം മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ, കേന്ദ്ര നേതൃത്വം അടക്കം ഇടപെടട്ടെ എന്ന് കരുതി തന്നെയാണ്. സ്വാഭാവികമായും ദീപാദാസ് മുൻഷി പോലെയുള്ള നേതാക്കൾക്കൊക്കെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിക്കുന്ന ഒരു വിമർശനത്തിന് ചെവി കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഓണം കഴിഞ്ഞാൽ കെ പി സി സി അധ്യക്ഷൻ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തിലെ നമ്മുടെ അടക്കം ഉള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ ഓണം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഓണം കഴിഞ്ഞ് ആദ്യത്തെ നല്ല ദിവസം പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് നോക്കാം. കോൺഗ്രസിൽ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, തീയതി പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരുന്നു. 24 മണിക്കൂർ കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ പ്രഖ്യാപനം ഉണ്ടായത്. അതിന്റെ കാരണം എന്താണ്? 24 മണിക്കൂറിനകം പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു ലിസ്റ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ വെട്ടലും തിരുത്തലും താല്പര്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ അവനവന്റെ പേര് മാത്രം ചുരുട്ടി എഴുതിയ പേപ്പർ 4 മടക്കി പോക്കറ്റിലിട്ടുകൊണ്ട് ദില്ലിക്ക് പോയ നേതാക്കളൊക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് കോൺഗ്രസിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നത്. ഇത് നോക്കൂ, ഈ ഒരു ഫുൾ ടൈം കെ പി സി സി അധ്യക്ഷൻ വേണം എന്ന ആവശ്യം തെരഞ്ഞെടുപ്പിന് ശേഷം ഈ 103-ാം ദിവസം മാത്രമല്ല ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ പി സി സി അധ്യക്ഷൻ വീണ്ടും മത്സരിക്കാൻ തീരുമാനിക്കുന്ന സമയത്തും ഈ ആവശ്യം ഉയർന്നിരുന്നു. അന്ന് കോൺഗ്രസ് എടുത്ത ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം എന്താണെന്നറിയാമോ? തൽക്കാലം കെ പി സി സിക്ക് പുതിയ അധ്യക്ഷൻ വേണ്ട എന്നതാണ്. കാരണം സീറ്റ് തീരുമാനവുമായി ബന്ധപ്പെട്ട് വലിയ യുദ്ധങ്ങൾക്ക് ശേഷം പുതിയ കെ പി സി സി അധ്യക്ഷനെ തീരുമാനിക്കാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനിച്ചിരുന്നെങ്കിൽ അത് അതിനേക്കാൾ വലിയ അക്രമത്തിലേക്കും ഈ പറയുന്ന അഭിപ്രായ പ്രശ്നങ്ങളിലേക്കും വാഗ്വാദങ്ങളിലേക്കും അവകാശവാദങ്ങളിലേക്കും ഒക്കെ പോകുമായിരുന്നു. അതുകൊണ്ട് സണ്ണി ജോസഫ് തുടരട്ടെ എന്ന തീരുമാനം അന്ന് എടുത്തു എന്നതാണ്. നോക്കൂ, ഇവിടെ ഈ ഭൈമീ കാമുകന്മാർ പലരുണ്ട് എന്ന് പറയുമല്ലോ, അതുപോലെയാണ് കെ പി സി സി അധ്യക്ഷനാകണമെന്നത് ജീവിത വ്രതമായി സ്വീകരിച്ചിരിക്കുന്ന, ലക്ഷ്യമായി കണ്ടിരിക്കുന്ന നേതാക്കൾ അനവധിയുണ്ട്. അത് ദീർഘകാലത്തെ പാർലമെന്ററി വിജയങ്ങളുടെ മാത്രം ചരിത്രമുള്ള കൊടിക്കുന്നിൽ സുരേഷ് മുതൽ ഇങ്ങോട്ട്, എന്തിനാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് നമ്മൾ ഓർമ്മയുണ്ട്, ശിവഗിരിയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു ശുപാർശ വന്നിരുന്നു, ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്നത്. കൊടിക്കുന്നിൽ സുരേഷിന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് കെ മുരളീധരൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു ആവശ്യവും ഒരിക്കലും കോൺഗ്രസിൽ നിരാകരിക്കപ്പെട്ടിട്ടില്ല എന്ന്. അദ്ദേഹത്തിന് ശിവഗിരി പോയി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, കോൺഗ്രസിൽ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഒന്നിന്റെ കൂടെ ഒരു തള്ളും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച ശിവഗിരിയിൽ നിന്ന് അങ്ങനെ ഒരു താല്പര്യം വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഈ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന് അദ്ദേഹത്തിന് കെ പി സി സി അധ്യക്ഷനാകണമെന്ന താല്പര്യം ഒരുപക്ഷെ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ പലരുണ്ട്. ഇപ്പം യുവ നേതാക്കളിൽ ഒരാളായ നമ്മുടെ മാത്യു കുഴൽനാടൻ ആഗ്രഹമുണ്ട്. ഷാഫി പറമ്പിൽ ആകണം എന്ന് പറയുന്നവരുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോളം ചെന്നിട്ട് ഒന്നും അതിൽ വലിയ ബുദ്ധിമുട്ടും പോസ്റ്റ് അടക്കം അടിച്ചിട്ടുണ്ടായിരുന്നു ജോസഫ് വാഴക്കൻ ആകണമെന്ന വലിയ ആഗ്രഹം. ഞാൻ വിചാരിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ മനസ്സിൽ കാണുന്നത് ജോസഫ് വാഴക്കന്റെ പേരാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ ജോസഫ് വാഴക്കൻ ആകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇങ്ങനെ അവനവന് താല്പര്യമുള്ള നേതാക്കളെ കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തി കാണിക്കാൻ ആഗ്രഹമുള്ള പലരുണ്ട്. ഇന്ന് മുല്ലപ്പള്ളി ഈ പറഞ്ഞതിനൊപ്പം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അത് ഒറ്റ പദവി എന്നുള്ളതാണ്. അതായത് നിലവിൽ കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുന്നവരിൽ നിന്ന് കുറെ പേരെ വെട്ടാനുള്ള ഒരു ആയുധമാണ് ഇന്ന് മുല്ലപ്പള്ളി എടുത്തു പ്രയോഗിച്ച ഈ ഒറ്റപ്പദവി കൂടി പാലിക്കപ്പെടണം എന്നുള്ളത്. അപ്പൊ ഈ എം പിമാര് കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ നമ്മുടെ ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ അങ്ങ് മാറും ഒറ്റപ്പദവി വരികയാണെങ്കിൽ. അപ്പോൾ പിന്നെ സ്വാഭാവികമായും അവിടെ വരുന്ന മറ്റൊരു പേരാരാണ്? ജോസഫ് വാഴക്കനാണ്. ജോസഫ് വാഴക്കൻ നല്ല നേതാവാണ് കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ഓരോരുത്തരും ഈ പറയുന്നതൊക്കെ ആദർശം മൂത്തിട്ടും കോൺഗ്രസിനോടുള്ള ഇങ്ങനെ അകമഴിഞ്ഞ സ്നേഹം കൊണ്ടാണ്. അങ്ങനെയല്ല, അങ്ങനെ കാണേണ്ടതില്ല. അപ്പൊ മുല്ലപ്പള്ളിക്ക് കോൺഗ്രസിനോട് സ്നേഹമില്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിലോ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലോ ഒരു വാക്ക് പറയുന്നുണ്ട് എങ്കിൽ അതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അവിടേക്ക് അതങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുക എന്നത് മെസ്സിയേക്കാൾ വളരെ മെയ്വഴക്കത്തോടു കൂടി ചെയ്യുന്നവരൊക്കെ തന്നെയാണ് കേരളത്തിലെ നേതാക്കൾ എന്നത് നമ്മളൊന്ന് അത്ര നിഷ്കളങ്കത മാധ്യമപ്രവർത്തകർക്ക് വേണ്ടതില്ല എന്ന് തോന്നുന്നു. പിന്നെ കോൺഗ്രസ് നന്നാവില്ല എന്നൊക്കെ പറയേണ്ട കാര്യം ബുദ്ധിമുട്ടാണ്. കാരണം നിലവിൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും, നമ്മൾ ഇവിടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വൈകിയപ്പോൾ എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ പുകില്? ഇതുകൊണ്ടാണ് കോൺഗ്രസ് നന്നാവാത്തത് എന്നായിരുന്നല്ലോ. ആ കോൺഗ്രസിന് 102 സീറ്റുണ്ട്, അങ്ങ് പറഞ്ഞ 103 അല്ല, 102 സീറ്റുണ്ട്. അപ്പോൾ അങ്ങനെ ജയിക്കാൻ കഴിയുന്ന കോൺഗ്രസിന് കെ പി സി സി അധ്യക്ഷൻ ഇല്ലാത്തത് കൊണ്ട് സംഘടനാപരമായ പാളിച്ച പറ്റി എന്നൊന്നും പറഞ്ഞു കളയല്ലേ. അപ്പോൾ
2029 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP ക്രമീകരണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ശരിയാണ്, കഴിഞ്ഞ ദിവസവും വളരെ നിർണായകമായ യോഗം ചേരുകയും എവിടെയൊക്കെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ വേണമെന്ന കാര്യത്തിൽ പ്രാഥമികമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അവരുടെ പുതിയ അധ്യക്ഷൻ വന്നു. ആ സംവിധാനം അങ്ങനെയാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് അവർ പഠിച്ചിറങ്ങുന്ന RSSന്റെ കളരിയുന്ന അവിടെ ഒരു സംവിധാനമുണ്ട്. ആ ചിട്ടവട്ടത്തിലോ ആ പറയുന്ന രീതിയിലോ അല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസ് കുറച്ചുകൂടി, അതായത് ചർച്ചകൾ കൂടിയൊക്കെയുള്ള ഒരു സംവിധാനമാണ് അത്. ഇപ്പൊ നോക്കൂ, CPM-ൻ്റെത് സംസ്ഥാന സമ്മേളനങ്ങളിലൂടെയാണ് സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമുണ്ട്. പക്ഷെ മാറ്റാൻ പറ്റുമോ? ഇല്ല. കാരണം അതൊരു കീഴ്വഴക്കം ആയിരിക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് എന്നതാണ്. അപ്പോൾ ഈ 103 ദിവസം കഴിഞ്ഞില്ലേ എന്ന് നിലവിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നതാണ്. ഇപ്പോൾ നോക്കൂ, VD സതീശന് പല പേരുകൾ ഞാൻ പറഞ്ഞല്ലോ. VD സതീശൻ ഇന്നയാൾ KPCC അധ്യക്ഷനാകണമെന്ന യാതൊരു അദ്ദേഹത്തിന്റെ ഒരു നോമിനേഷൻ ഇതിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മറ്റു പക്ഷങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇപ്പോൾ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ CM ക്ലെയിം അത് നിരാകരിക്കപ്പെട്ട ഒന്നാണ്. അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ AICC വിചാരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഇവിടുത്തെ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി ആവുകയാണ്, അല്ലെങ്കിൽ KC വേണുഗോപാലിന് താല്പര്യമുള്ള ഒരാൾ മുഖ്യമന്ത്രി ആവുകയാണ് എങ്കിൽ അതിൽ VD സതീശന് പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് ഇനി അതിൽ ക്ലെയിം ഇല്ല എന്ന്. VD സതീശന് KPCC അധ്യക്ഷൻ KC വേണുഗോപാലിന്റെ താല്പര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ ആകുന്നതിൽ VD സതീശന് എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങ് പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് അതിനുള്ള സാധ്യത വളരെ കാരണം ഒരു സർക്കാരിനെ എന്നും വിമർശിക്കുന്ന, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു KPCC അധ്യക്ഷൻ വന്നാൽ എങ്ങനെയായിരിക്കും ഈ സർക്കാർ മുന്നോട്ട് പോവുക? VD സതീശൻ അംഗീകരിക്കാൻ പറ്റുന്ന, VD സതീശൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു KPCC അധ്യക്ഷൻ വേണം എന്ന കാര്യത്തിൽ VD സതീശന് വ്യക്തമായ താല്പര്യമുണ്ട് എന്നതിൽ ഒരു തർക്കവും വേണ്ട. അദ്ദേഹം ഇനി അങ്ങയോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ക്ലെയിം വെച്ചതായി എനിക്കറിവില്ലാത്തതുകൊണ്ട് ഞാൻ അറിവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ സ്വാഭാവികമായി ഇപ്പൊ മാത്യു കുഴൽനാടൻ KC പക്ഷത്ത് നിന്ന് വളരെ ശക്തമായി പറയുന്ന CM റേസിൽ തന്നെ നിലയുറപ്പിച്ച ഒരാളാണ്. ദില്ലിയിൽ കൂടിക്കാഴ്ചകൾ നടത്തി എന്നത് സംബന്ധിച്ച് നമുക്ക് തന്നെ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ KC പക്ഷത്തു നിന്നുള്ള നേതാക്കൾ ആ റേസിൽ, നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള റേസിലുണ്ട്. പക്ഷേ VD സതീശൻ അനുഭാവമുള്ള നേതാക്കൾ ആരെങ്കിലും ആ റേസിലുണ്ട്, അല്ലെങ്കിൽ VD സതീശൻ പരസ്യമായി പിന്തുണയ്ക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾക്ക് അതിൽ വിരുദ്ധാഭിപ്രായമോ പേരുകളോ ഉണ്ടെങ്കിൽ അങ്ങ് പറയൂ. ഇനി KPCC അധ്യക്ഷനെ വേണം, ഒരു ഫുൾ ടൈം KPCC അധ്യക്ഷൻ വേണം. ആരാ അത് ആദ്യം തിരിച്ചറിയേണ്ടത്? ആരാ? ഇപ്പോഴത്തെ KPCC അധ്യക്ഷനാണ് സണ്ണി ജോസഫാണ്. അദ്ദേഹം പറയണം, എനിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രിയായി തന്നെ എടുത്താൽ പൊങ്ങാത്ത പണിയുണ്ട്, KPCC അധ്യക്ഷനെ ഉടൻ നിയമിക്കണമെന്ന ഹൈക്കമാൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കേരളത്തിലാരാ? ഈ KPCCയുടെ സംഘടനാ ചുമതലയുടെ ഏറ്റവും മുകൾത്തട്ടിലിരിക്കുന്ന സണ്ണി ജോസഫാണ്. അദ്ദേഹം ഇത് അതുവരെ ചെയ്തിട്ടില്ല. പിണങ്ങി മാറിയിരിക്കാൻ ഇത് വീട്ടുപ്രശ്നമൊന്നുമല്ല. അദ്ദേഹം അത് ചെയ്യേണ്ടതാണ്. ആ ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. കേരളത്തിലെ സംഘടനാ ചുമതലയെങ്കിൽ AICC-യുമായി ആശയവിനിമയം നടത്തി ഇക്കാര്യം വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. പുതിയ KPCC അധ്യക്ഷന് വേണ്ടിയുള്ള ആദ്യ ചുവടുവെപ്പ് നടത്തേണ്ടത്. അതിനുവേണ്ടി എൻ്റെ ആഗ്രഹം ഇതാണ് എന്ന് നോക്കൂ. നാളെ റിപ്പോർട്ടിന്റെ അടക്കം റിപ്പോർട്ടർമാരോട് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാവുന്നതാണ്, വാർത്താ സമ്മേളനം വിളിക്കാവുന്നതാണ്, ഉടനെ തന്നെ ഉണ്ടാവേണ്ടതാണ് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായം പറയാം. അത് മുല്ലപ്പള്ളിക്ക് മാത്രമായിട്ട് ഇവിടെ റിസർവേഷനുള്ളൊരു കാര്യമല്ലല്ലോ. KPCC അധ്യക്ഷനും നിലവിൽ അത് പറയാമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് പറ്റില്ലെങ്കിൽ അദ്ദേഹം അത് പറയണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നോക്കൂ, അദ്ദേഹം ഇന്ന് ഈ PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യം, അദ്ദേഹം ആരെ ലക്ഷ്യം വെക്കുന്നത്? PV അൻവറിനെ മന്ത്രിസ്ഥാനത്ത് കൊണ്ടുവരുമെന്നും PV അൻവറിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം എടുത്ത ആരാ? VD സതീശനാ. ഇത് പബ്ലിക്കായിട്ട് ഇപ്പൊ ഈ നോക്കണം. കോഴിക്കോട് മര്യാദയ്ക്ക് ഒരു സീറ്റില്ലാതിരുന്നിടത്ത് 10-12 സീറ്റ് കിട്ടിയിട്ട് നഷ്ടപ്പെട്ട ഒരു സീറ്റിന് വേണ്ടിയിട്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രവീൺ കുമാറും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉണ്ടാക്കുന്ന ബഹളം. 102 സീറ്റ് കിട്ടിയത് പോരാഞ്ഞിട്ടോ തികയാഞ്ഞിട്ടാണോ അല്ല, അത് VD സതീശന്റെ ഒരു തെറ്റായ തീരുമാനമാണെന്ന് ആവർത്തിച്ച് പറയാനുള്ള തിടുക്കം എന്ന നിലയ്ക്ക് കണ്ടാൽ മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാക്കൾ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതെടുത്ത് ആ നിലയ്ക്ക് തന്നെ കാണേണ്ട അത്ര നിഷ്കളങ്കത വേണ്ടതില്ല എന്ന് തോന്നുന്നു. Meet the editors.